വെൽക്കം ബാക്ക് ടു മൈ കറി വേൾഡ് വിത്ത് ലവ്. ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചുടാ ചിക്കൻ തോരൻ ഉണ്ടാക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു തോരനാണിത്. നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ശരി, ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം. ചിക്കൻ കൊണ്ട് നമ്മൾ കറി, പല തരത്തിലുള്ള കറികൾ നമ്മൾ ഉണ്ടാക്കില്ലേ. വെറൈറ്റി ആയിട്ടുള്ള ഡിഷസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ശരിക്കും ചിക്കൻ, മട്ടൻ, ബീഫൊക്കെ അങ്ങനെ വെറൈറ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പല ടേസ്റ്റിൽ അല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ചോറിൻ്റെ കൂടെ ആണെങ്കിലും ശരി, ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റായി കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പി നമുക്ക് ചെയ്യാം. ഒരുപാട് ഇൻഗ്രീഡിയൻസും ഒരുപാട് സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഞാനിത് ബോൺലെസ് പീസ്, ബ്രസ്റ്റ് പീസ് ഇങ്ങനെ നന്നായി ചെറിയ കൊത്തി അരിഞ്ഞെടുത്തതാണിത്. നല്ല ബ്രസ്റ്റ് പീസാണ് കിട്ടിയത്. അപ്പോൾ ബോൺലെസ് ചിക്കൻ കിട്ടുകയാണെന്ന് വെച്ചാൽ അത്രയും നല്ലത്. നിങ്ങളുടെ കയ്യിൽ ഇനി ബോൺലെസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രഷ് ചിക്കന് ചീകിയെടുക്കാം കേട്ടോ. ആ സമയത്ത് കുറച്ചൊരു സമയം പോവും. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ചിക്കനാണ്, ബോണുള്ള ചിക്കനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഉപ്പിട്ടൊന്ന് ജസ്റ്റ് വേവിച്ചിട്ട് അതൊന്ന് ബോണ് മാറ്റിയിട്ട് നമുക്ക് ഇറച്ചി മാത്രമായിട്ട് എടുത്താൽ മതി. അങ്ങനെ നമുക്ക് ചെയ്യാം. എന്നിട്ട് വെച്ചാൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കി ചെറുതായി കൊത്തി അരിഞ്ഞിട്ടുള്ള ചിക്കനാണിത്. ഇതിലേക്ക് ഞാനിപ്പോൾ അത് നമ്മൾ ഏത് പാത്രത്തിലാണ് കുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ആ പാത്രത്തിലേക്ക് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ചെറുതായി അരിഞ്ഞിട്ടുള്ള തക്കാളി ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനെ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ സ്റ്റൗ. ഇപ്പോൾ നമുക്ക് കൂട്ടാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം എങ്ങനെയാണ്. ഇപ്പോൾ ഒന്ന് ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ചൂട് കയറിയാൽ മതി. പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ, കാരണം വളരെ ചെറുതായിട്ടല്ലേ നമ്മൾ അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട്. ഒന്ന് വെന്ത് കിട്ടാൻ ചിക്കനിൽ നിന്ന് നല്ലോണം വെള്ളം ഇറങ്ങി വരും. ഇതിനെ വേവാനുള്ള പാകത്തിനുള്ള വെള്ളം നമുക്ക് അതിൽ തന്നെ കിട്ടും. എന്നാലും ശരി, ഇപ്പോൾ ഒന്ന് അടുക്കി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എണ്ണയൊന്നും ചേർത്തിട്ടില്ലല്ലോ, എണ്ണയൊന്നും ചേർക്കാണ്ട് അങ്ങനെ ചിക്കൻ വെച്ചിരിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് അടുക്കി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വെള്ളം ചേർത്ത് ഒന്ന് അടച്ചു വെച്ച്, ഇപ്പോൾ കണ്ടോ നമ്മുടെ ഒരു മിനിറ്റ് നേരം അടച്ചു വെച്ചാൽ മതി. ഇപ്പോൾ കണ്ടോ നമ്മുടെ ചിക്കനൊക്കെ ചെറുതായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്തൊന്ന് ഇളക്കി കൊടുക്കുക. എണ്ണ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വെള്ളം ചേർത്തത്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇനി ഒരു മിനിറ്റ് നേരം കൂടി ഒന്ന് അടച്ചിരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് കറക്റ്റായിട്ട് അതിലേക്ക് വെള്ളമെല്ലാം നന്നായി ഇറങ്ങി വരും. കണ്ടോ, 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കുമ്പോൾ കണ്ടില്ല, അതിൻ്റെ ഇടയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ ചിക്കനൊക്കെ നല്ലോണം വെള്ളം ഇറങ്ങി ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. വേവായിട്ടില്ല, ഒരുവിധം ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിന് വലിയ പീസുകളൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ വേണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ സ്പൂൺ കൊണ്ടൊന്ന് വെച്ച് അമർത്തി കൊടുക്കുകയാണെങ്കിൽ അതൊന്നും കൂടി പീസ് ചെറുതായിക്കോളും, കാരണം ഓൾമോസ്റ്റ് വെന്ത് കഴിഞ്ഞത്. ഇനി വീണ്ടും നമുക്ക് ഒന്നും കൂടിയും 1 മിനിറ്റ് നേരം കൂടി ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. പക്ഷേ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടി നമ്മുടെ ചിക്കൻ്റെ വെള്ളമൊക്കെ വറ്റി വരുമ്പോഴേക്കും ചിക്കൻ കറക്റ്റ് വേവാവട്ടെ. ഇപ്പോൾ തന്നെ ചിക്കൻ വെന്തിട്ടുണ്ട്, കാരണം അധികം നേരമൊന്നും വേണ്ട. 2-3 മിനിറ്റിനുള്ളിൽ ചിക്കൻ എല്ലാം നന്നായി വെന്ത് വെള്ളമെല്ലാം വറ്റി തുടങ്ങും. അത്ര സമയം ആവശ്യം വരുന്നുള്ളൂ. പക്ഷേ ഇടയ്ക്കൊന്ന് നമ്മൾ അടച്ചു വെച്ച് ഇടയ്ക്ക് തുറന്നും അടച്ചിട്ടും അങ്ങനെ ഒന്ന് വേവിച്ച് എടുക്കണം എന്ന് മാത്രം. ഞാൻ 1 മിനിറ്റ് നേരം കൂടി ഒന്ന് അടച്ചു വെക്കട്ടെ. അപ്പോഴേക്കും കറക്റ്റ് വെള്ളം പാകത്തിൽ നമുക്ക് കിട്ടും. ഇപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട് കണ്ടോ. നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് നോക്കാം. കണ്ടോ, വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പാകം മതി കേട്ടോ. ഇനി ഒരുപാട് ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല. കുറച്ച് അടിയിൽ ഇങ്ങനെ ചെറുതായിട്ട് വെള്ളം കാണണം, ആ ഒരു ലെവലിൽ നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി ബാക്കി നമുക്ക് ചേരുവകളൊക്കെ ചേർക്കാനുണ്ട്. ഇപ്പം ഞാനൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വയ്ക്കാൻ, ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് തോരനുള്ളത് ചതച്ചെടുക്കാനുള്ളത് നമുക്ക് ചതച്ചെടുക്കാം. ചതയ്ക്കുമ്പോൾ ഞാൻ ഒരു 4.5 പിടിയോളം ഫ്രഷ് നാളികേരമാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളി, പിന്നെ ഞാൻ ചേർത്തിരിക്കുന്നത് വെളുത്തുള്ളിയാണ്. തോരനിലേക്ക് നമുക്ക് വെളുത്തുള്ളി വേണം. അപ്പോൾ ഇതുവരെ നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി ഒന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പം ഞാൻ വലിയ കഷ്ണം ആയതുകൊണ്ട് ഒരു 4 കഷ്ണം ചേർത്തു. നിങ്ങളുടെ അടുത്ത് ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 6-7 കഷ്ണം വെളുത്തുള്ളി ചേർക്കേണ്ടി വരും കേട്ടോ. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഞാൻ പ്രത്യേകം എണ്ണം പറയുന്നില്ല, ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ടും. പിന്നെ ചില മുളകിന് എരിവ് കുറവായിരിക്കും, അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർക്കുക. ഞാൻ ഇപ്പോൾ ഇതിലൊരു 5-6 ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം നല്ലൊരു മണം തരും നമ്മുടെ തോരന്. പെരിഞ്ജീരകം എന്തായാലും ചേർക്കണം കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക്, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്. നമ്മൾ വേവിക്കുമ്പോൾ കുരുമുളക് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൽ ഒരു 1/4 ടീസ്പൂൺ ഒന്ന് തരിതരിപ്പന അരച്ചെടുക്കാൻ വേണ്ടി മാത്രം. പിന്നെ അത്രയും വലുപ്പത്തിൽ ഒരു ഇഞ്ചി, അത്
ചെറുതായി കഷ്ണങ്ങളായിട്ട് ഞാൻ ഒന്ന് അരച്ചെടുക്കാൻ സൗകര്യത്തിന് ഞാനത് മുറിച്ചിട്ടിട്ടാണ് കേട്ടോ ചതച്ചെടുക്കുന്നത്. നമുക്കിതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് തരിതരിങ്ങനെ ഒന്ന് ചതച്ചെടുക്കണം. ഒരുപാട് ഫൈൻ പേസ്റ്റായി പോകരുത് തോരനിലേക്ക്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മതി സാദാ ജീരകം. നമ്മൾ കറികൾക്കൊക്കെ തോരനൊക്കെ സാധാരണ ഇടുന്ന ജീരകം തന്നെ. ഇപ്പം നമുക്ക് തോരനുള്ളത് ചതച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി പൊടികളൊക്കെ ഞാൻ ചെയ്യുമ്പോൾ പറയാം. നമുക്കത് കുക്ക് ചെയ്യണതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് പൊടികളും കൂടി ഇതിൽ ചേർക്കാനുണ്ട്. ഇപ്പം ഞാനൊരു നോൺ സ്റ്റിക്ക് പാന് വെച്ചു, മീഡിയം ഫ്ലെയിമിൽ വെച്ച് അതിലൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുകും ചേർത്ത് അതൊന്ന് പൊട്ടി വരട്ടെ. നമ്മൾ സാധാരണ തോരനൊക്കെ പൊട്ടണ പോലെ തന്നെ ഒന്ന് ജസ്റ്റ് കടുകെല്ലാം പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പിൻ്റെ ഇല കുറച്ച് അധികം ചേർത്താൽ അത്രയും നല്ലത്, നല്ല മണം തരും കറികൾക്കൊക്കെ. അപ്പോൾ കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് നമുക്കൊന്ന് ഈ ചതച്ചിട്ടിട്ടുള്ള നാളികേരം അതെല്ലാം അതിലേക്ക് ചേർത്ത് നമുക്കൊന്ന് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് നേരമൊന്നും വേണ്ട, ഒരു 30 സെക്കൻഡോളം മതിയാവും. ഒന്ന് ജസ്റ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇതൊന്ന് ഇതിൻ്റെ ഒരു പച്ചമണം ചെറുതായിട്ടൊന്ന് മാറിയാൽ മതി. എന്നിട്ട് ബാക്കി നമുക്ക് ചേർക്കാനുള്ളതൊക്കെ ചേർക്കാം. അപ്പോൾ അതൊന്ന് മൂത്ത് കിട്ടണ വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഒന്ന് ചെറുതായിട്ട്. അപ്പോൾ ഇത്രയും ആവശ്യമുള്ളൂ, ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരികയേ വേണ്ടുള്ളൂ. ഒരുപാട് ബ്രൗൺ കളറോ അല്ലെങ്കിൽ നല്ല മൂപ്പൊന്നും ആവശ്യമില്ല. ഇപ്പോൾ ആയി. നമുക്ക് ഈ സമയത്ത് ചേർക്കാനുള്ള നമുക്ക് പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ചേർത്താൽ മതി, ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് അടുത്തത് വേണ്ടത് 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയാണ് കേട്ടോ. ചിക്കൻ മസാല ഇല്ലാത്തവർ ഗരം മസാല ചേർക്കാം കേട്ടോ. അങ്ങനെ 1 സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ചിക്കൻ മസാലയും ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ചിക്കൻ മസാല ഗരം മസാല ഇല്ല എന്നുണ്ടെങ്കിൽ ഏത് മസാല ആയാലും മീറ്റ് മസാല ആയാലും അതായാലും ചേർക്കാം. നല്ലൊരു ഫ്ലേവർ തരും, അതിന് വേണ്ടിയിട്ടാണ്. നല്ലൊരു മണം വരുന്നുണ്ട് ഇപ്പം തന്നെ മൂത്ത് വരുമ്പോൾ എല്ലാം കൂടി. ഇനി ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ തന്നെ ചെറുതായിട്ട് കണ്ടോ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ അതും കൂടി ആകുമ്പോൾ ഉണ്ടല്ലോ നമുക്കത് ആ ഒരു വെള്ളം കൂടി നമ്മൾ തേങ്ങയിൽ കൂടെ മിക്സ് ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് വരിക, നല്ലൊരു മണവും. അതിൽ കിടന്നിട്ട് തന്നെ ഇനി ബാക്കി എല്ലാം കൂടി നമുക്ക് മൊരിയിച്ചെടുക്കണം കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ഇനി നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുത്ത് നമുക്ക് മൊരിയിച്ചെടുക്കണം. എത്രത്തോളം നമ്മൾ നല്ലോണം മൊരിച്ചെടുക്കണോ അത്രത്തോളം ചിക്കൻ തോരന് ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണിത്. ഇതിന് പകരം നിങ്ങൾക്ക് പച്ചമുളകിന് പകരം ചുമന്ന മുളക് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ പച്ചമുളക് ചേർത്തിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. ചുമന്ന മുളകാണ് വേണമെന്ന് വെച്ചാൽ പച്ചമുളകിന് പകരം നിങ്ങൾക്ക് ചുമന്ന മുളക് പൊടി ചേർത്തിട്ടും ചെയ്യാം. നല്ലൊരു ടേസ്റ്റും നല്ലൊരു എന്താ പറയുക ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റുള്ള ഒരു തോരനാണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ തോരനൊക്കെ ഇങ്ങനെ മൊരിഞ്ഞ് വരുന്നുണ്ട് കണ്ടോ. അടിയിൽ നിന്ന് ഇങ്ങനെ മാറ്റുമ്പോൾ അറിയുന്നില്ലേ മൊരിഞ്ഞ് കിട്ടുന്നുണ്ട്. നമുക്ക് ഈ സമയത്ത് നമുക്ക് സ്റ്റൗ ഒന്ന് ഹൈ ഫ്ലെയിമിൽ കൊടുത്തിട്ട് നമുക്ക് മൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടും. മല്ലിയില ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ മല്ലിയില ചേർക്കാം കേട്ടോ. ഈ സമയത്ത് നല്ലൊരു മണം തരും മല്ലിയില ചേർക്കുമ്പോൾ. നമ്മുടെ ചിക്കൻ തോരൻ ഏകദേശം ആയിട്ടുണ്ട്. ഒന്നും കൂടി ഇട്ടിട്ട് മൊരിയിച്ചെടുക്കണത് ഉണ്ടോ. അടിയിൽ നിന്ന് മൊരിയിച്ചെടുക്കാം. തോരൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നല്ലോണം മൊരിയിച്ച് ഒലർന്ന് കിട്ടണം തോരൻ, അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ്. അപ്പം നല്ലോണം മൊരിഞ്ഞ് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. നമ്മുടെ ചിക്കൻ തോരൻ ഇവിടെ റെഡി ആയി കേട്ടോ. അപ്പം നമുക്കിനി സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ചോറിന് ചിക്കൻ തോരൻ റെഡിയാക്കല്ലേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റ് ബോക്സിൽ എഴുതേണ്ടതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒട്ടും മടിക്കരുത് കേട്ടോ. പിന്നെ ഇതുപോലെയുള്ള റെസിപ്പികൾ ഇനിയും കാണാൻ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. എന്നാൽ ഞാൻ ഇടുന്ന പുതിയ വിഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ഒരു ബെൽ ബട്ടൺ കൂടി അമർത്തി അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി അടിക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ലേറ്റസ്റ്റ് വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. വീണ്ടും കാണാം. Till then, bye bye.